നമസ്കാരം. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഇന്നലെ ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പത്രസമ്മേളനം അദ്ദേഹം നടത്തുകയുണ്ടായി. അതിൽ അദ്ദേഹം പറഞ്ഞ വളരെ ശ്രദ്ധേയമായ കാര്യങ്ങൾ, നമ്മൾ യുദ്ധം തീരുകയാണ് എന്നൊരു മട്ടിലാണ് അദ്ദേഹം സംസാരിച്ചത്. യുദ്ധം വിജയിക്കുകയാണ്, യുദ്ധം തീരുകയാണ്, ഒരുപാട് നീണ്ടു നിൽക്കുകയില്ല, യുദ്ധത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് ഇതെത്തുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട സൂചന അദ്ദേഹം ഇന്നലെ നൽകുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ഇറാനെ ആളുകൾക്ക് തിരിച്ചറിയാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇറാൻ്റെ കയ്യിൽ ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇറാൻ എന്ത് ചെയ്തേനെ? ഇറാൻ്റെ കയ്യിൽ ഇന്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽസ് ഉണ്ടായിരുന്നെങ്കിൽ അവർ എന്തു ചെയ്തേനെ? അവർ ഈ ലോകത്തെ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞേനെ. കാരണം അവർക്ക് ലോകത്തിൽ എല്ലാവരും ശത്രുക്കളാണ്. അവരുടെ ശത്രുക്കളല്ലാത്ത ആരുമില്ല എന്ന നിലയിലാണ് അവർ ഈ ആക്രമണങ്ങൾ നടത്തിയതെന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. അവർ അമേരിക്കയെയും ഇസ്രായേലിനെയും ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കും എന്ന് പ്രതിജ്ഞയെടുത്തുകൊണ്ട് സ്ഥാപിച്ച ഈ ഇസ്ലാമിക ഭരണകൂടം, അവർ വാസ്തവത്തിൽ ഞങ്ങളെ കഴിഞ്ഞും കൂടുതൽ ആക്രമിച്ചത് ഇസ്ലാമിക രാജ്യങ്ങളെയാണ് എന്ന് അദ്ദേഹം തെളിവുകൾ നിരത്തിക്കൊണ്ട് അവിടെ പറയുകയുണ്ടായി. വേറൊന്ന്, ഈ യുദ്ധത്തിൻ്റെ ഭാഗമായി ഇനി ഒരിക്കലും റിക്കവർ ചെയ്യാനാവാത്ത വിധം അവരുടെ ന്യൂക്ലിയർ ആഗ്രഹങ്ങളെ തകർത്ത് കളഞ്ഞു, അവരുടെ ബാലിസ്റ്റിക് മോഹങ്ങളെ തകർത്ത് കളഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഇത്തരം ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള പണിപ്പുരകൾ, അതിലേക്കുള്ള കമ്പോണൻസ് ഉണ്ടാക്കാനുള്ള പണിപ്പുരകൾ ഞങ്ങൾ തകർത്തുകൊണ്ടിരിക്കുകയാണ് ഓരോന്നോരോന്നായിട്ട്. ഇനി ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടാക്കി അതിൻ്റെ കമ്പോണൻസ് യോജിപ്പിച്ച് ഒരു പൂർണ്ണമായ മിസൈൽ ഉണ്ടാക്കാവുന്ന ഒരു നിലയിലേക്ക് ഇറാന് വളരാനാവാത്ത വിധം അതിനെ ഞങ്ങൾ തകർത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വേറെ അദ്ദേഹം പറഞ്ഞു. റജീം ചേഞ്ച് എന്നുള്ളത് നിശ്ചയമായും ഈ യുദ്ധത്തിൻ്റെ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണത് പറഞ്ഞത്. റജീം ചേഞ്ച് എന്നുള്ളത് ഈ യുദ്ധത്തിൻ്റെ ഒരു ലക്ഷ്യമാണ്. പക്ഷേ അത് നേടണമെന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഒരു ഗ്രൗണ്ട് ഫോഴ്സിൻ്റെ ആവശ്യമുണ്ട്. ആ ഗ്രൗണ്ട് ഫോഴ്സായി ഞങ്ങൾ കണ്ടത് അവിടുത്തെ സാധാരണ ജനങ്ങളെയാണ്. ആ സാധാരണ ജനങ്ങൾ ഇപ്പോഴും ഒരു റയട്ടിലേക്ക്, ഒരു വിപ്ലവത്തിലേക്ക് വളർന്നിട്ടില്ല. അവർ എപ്പോഴാണ് അതിലേക്ക് തയ്യാറെടുക്കുക, വളരുക എന്ന് പറയാൻ കഴിയില്ല. ചിലപ്പോൾ ഇന്ന് വളർന്നേക്കാം, ഒരുപക്ഷെ കുറച്ച് സമയം എടുത്തേക്കാം. എന്തായാലും അവരതിലേക്ക് വളർന്നാൽ മാത്രമേ ഇവിടെ ഒരു റെജീം ചേഞ്ച് ഉണ്ടാവുകയുള്ളൂ. ഒരു ആയത്തുള്ളയെ മാറ്റി വേറൊരു ആയത്തുള്ളയെ വെച്ചുകൊണ്ട് ഈ റെജീം ചേഞ്ച് ഞങ്ങൾ അനുവദിക്കുകയില്ല എന്നാണ് മൊജ്തബ ഖമനേയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിന് ഉത്തരമായി അദ്ദേഹം പറഞ്ഞത്. ഒരു ആയത്തുള്ളയെ മാറ്റി വേറൊരു ആയത്തുള്ളയെ വെക്കുന്നതിൽ അർത്ഥമില്ല. വിച്ച് മീൻസ് അങ്ങനെ വെക്കുന്നതിൽ അർത്ഥമില്ല. ഒരു ഡെമോക്രാറ്റിക് ഗവൺമെൻറ്, ഒരു സിവിലൈസ്ഡ് ഗവൺമെൻറ്, മനുഷ്യർക്കുള്ള ഒരു ഗവൺമെൻറ് അവിടെ ഫോം ചെയ്യണം. 6-ാം നൂറ്റാണ്ടുകാരനായിട്ടുള്ള മൃഗതുല്യരായ മനുഷ്യരെ പോറ്റുന്ന ഒരു സർക്കാരല്ല അവിടെ ആവശ്യമുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. പിന്നെ ട്രംപിനെ അദ്ദേഹം കുഴിയിൽ വീഴ്ത്തുകയായിരുന്നു എന്നുള്ള വലിയ ഒരു പ്രചരണം ലോകത്തെമ്പാടുമുണ്ട്. പത്രക്കാരായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളൊക്കെ പലരും സംസാരിക്കും, പാവം ട്രംപിനെ കുഴിയിൽ വീഴ്ത്തി. ഇത്രയും കാലം ട്രംപിനായിരുന്നു കുറ്റം, ഇപ്പോൾ ട്രംപിന് കുറ്റമില്ല, ഇപ്പം നെതന്യാഹുവിനാണ് കുറ്റം മുഴുവൻ. നെതന്യാഹു ട്രംപിനെ പെടുത്തിക്കളഞ്ഞു എന്നാണ് ചില ആളുകളുടെയൊക്കെ വാദം. അദ്ദേഹം അതിന് കൃത്യമായ ചോദ്യം ചോദിക്കുന്നുണ്ട്. ട്രംപിനെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ സാധിക്കുമെന്ന് ലോകത്തിൽ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ എന്ന് പത്രക്കാരെ ചൂണ്ടി അദ്ദേഹം ചോദിച്ചു. നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറ, ട്രംപിനെ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ട്രംപിന് സ്വയം ബോധ്യമില്ലാത്ത ഒരു വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ അദ്ദേഹം ഇറങ്ങി പുറപ്പെടുകയില്ല. അദ്ദേഹത്തെ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യിക്കാൻ ലോകത്തിൽ ഒരു മനുഷ്യനും സാധിക്കുകയില്ല എന്നാണ് അദ്ദേഹം നെതന്യാഹു പറഞ്ഞു വെച്ചത്. വേറൊന്ന്, അദ്ദേഹം ഇനി പട്ടാളക്കാർ ഗ്രൗണ്ട് ഫോഴ്സിനെ ഇറക്കി ഒരു യുദ്ധം ഉണ്ടാവുമോ എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു, ഞാനത് റൂൾ ഔട്ട് ചെയ്യുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ട്രംപ് ഇന്നലെയും പറഞ്ഞിട്ടുണ്ട്, അമേരിക്കൻ മിലിറ്ററിനെ ഈ യുദ്ധത്തിലേക്ക് ഉൾപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അദ്ദേഹം ഇന്നലെ പെൻറ്റഗണിൽ പറയുകയുണ്ടായി. പക്ഷേ നെതന്യാഹു പറഞ്ഞത് ഇതിനകത്ത് ട്രൂപ്സ് ഓൺ ദി ഗ്രൗണ്ട്, ബൂട്ട്സ് ഓൺ ദി ഗ്രൗണ്ട് എന്നാണ് അതിനെ ഉപയോഗിക്കുന്ന വാക്ക്. അതായത് പട്ടാളക്കാർ, മിലിറ്ററി, ഗ്രൗണ്ട് ഫോഴ്സ്, ആ ഒരു ഫോഴ്സിനെ ഉപയോഗിക്കുന്ന കാര്യം റൂൾ ഔട്ട് ചെയ്യാനാവില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഏത് തരത്തിൽ അദ്ദേഹം അത് ഉപയോഗിക്കും എന്ന് പറഞ്ഞില്ല. പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് കൂട്ടി വായിക്കാൻ സാധിക്കും. അത് ഈ വാർത്തയുടെ ഇതിൻ്റെ ബാക്കി ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ ട്രംപ് ഇന്നലെ പറഞ്ഞത് ട്രൂപ്സിനെ അയക്കുന്ന പ്രശ്നമില്ല. അദ്ദേഹം പറഞ്ഞത് ഖത്തറിൽ ഇന്നലെ നമുക്കറിയാവുന്നതുപോലെ ഗൾഫ് രാജ്യങ്ങളിലെമ്പാടും ഇന്നലെ ഇറാൻ വലിയ ആക്രമണം അഴിച്ചുവിട്ടിട്ടുണ്ട്. ഇസ്രായേലിലേക്ക് അവർ മിസൈൽ അയച്ചു. അത് വെസ്റ്റ് ബാങ്കിലാണ് എത്തിയത്. വെസ്റ്റ് ബാങ്കിൻ്റെ ആകാശത്ത് തകർത്തുവെങ്കിലും അതിൻ്റെ മിസൈലിൻ്റെ ഭാഗങ്ങൾ തകർന്നു വീണ 5 പാലസ്തീനികൾ കൊല്ലപ്പെട്ടു. ഇവർ ഈ പണിയൊക്കെ ചെയ്യുന്ന പാലസ്തീനികളെ രക്ഷിക്കാൻ വേണ്ടിയാണ്.
അപ്പോൾ പാലസ്തീനികളുടെ ഇടയിലേക്ക് മിസൈൽ അയച്ച് 5 പാലസ്തീനികൾ ഇന്നലെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇന്നലെ ഇസ്രായേലിൽ അവർക്കുണ്ടാക്കാൻ പറ്റിയ അച്ചീവ്മെൻറ്റ്. നേരെ മറിച്ച് ഇത് ക്ലസ്റ്റർ ബോംബായിരുന്നു ഉപയോഗിച്ചത്. ഈ ക്ലസ്റ്റർ ബോംബിനെ ആകാശത്ത് വെച്ച് തകർത്തു. പക്ഷേ ക്ലസ്റ്റർ ബോംബിൽ ചിലത് ഭൂമിയിലേക്ക് വീണു. നമുക്കറിയുന്നത് പോലെ ക്ലസ്റ്റർ ബോംബ് എന്ന് പറയുന്നത് ഒരു കളക്ഷൻ ഓഫ് 10-30 ബോംബുകളുടെ ഒരു കോട്ടയാണത്. ആ കൊട്ട പൊട്ടിച്ചു കഴിഞ്ഞാൽ 30 ബോംബ് അങ്ങ് ചതറി വീഴും. അപ്പം ആൻറ്റി ബാലിസ്റ്റിക് മിസൈൽസ് ഉപയോഗിച്ചാൽ പോലും ഈ എല്ലാ ബോംബുകളും പൊട്ടില്ല, ചിലത് പൊട്ടാതെ തന്നെ താഴോട്ട് വരും. അങ്ങനെ വരുന്ന ബോംബുകൾ വീഴുന്ന സ്ഥലങ്ങളിൽ അതിന് ചെറിയ നാശം ഉണ്ടാക്കാൻ പറ്റും, വലിയ നാശം അത് ഉണ്ടാക്കില്ല. പക്ഷെ വീഴുന്ന സ്ഥലങ്ങൾ ആളുകളെ കൊല്ലാനൊക്കെ അത് ധാരാളം മതി. അപ്പം അത്തരമുള്ള ക്ലസ്റ്റർ ബോംബ് പൊട്ടിയിട്ടാണ് ഈ ആളുകളുടെ മരണം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ട്രംപ് പറയുന്നത് ഇന്നലെ ഈ ഖത്തറിനെ ആക്രമിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ എൻ്റയർ പാഴ്സ് ഐലൻഡ് കത്തിച്ചു കളയാൻ. അതായത് ഇറാൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്യാസ് ഫെസിലിറ്റി എന്ന് പറയുന്നത് പാഴ്സ് ഐലൻഡാണ്. പാഴ്സ് ഗ്യാസ് റീഫൈനറിയാണ്. ആ റീഫൈനറിയിൽ ഇസ്രായേൽ ആക്രമിച്ചു എന്നുള്ളതാണ് ഇന്നലെ ഗൾഫിലെ ഓയിൽ ആൻഡ് ഗ്യാസ് ഫെസിലിറ്റീസിനെ ആക്രമിക്കുവാൻ വേണ്ടി ഇറാൻ പറഞ്ഞ ന്യായം. പക്ഷേ ഇസ്രായേൽ അതിനെ ആക്രമിക്കുന്നു. അപ്പോൾ അമേരിക്ക പറഞ്ഞു ഞങ്ങളുടെ അറിവോടെ അല്ല എന്ന് അമേരിക്ക പറയുന്നു. അതിന് ഒരു ഗൾഫ് രാജ്യത്തിലെയും ബേസുകൾ ഉപയോഗിച്ചിട്ടല്ല അവർ ആക്രമണം നടത്തിയത്. ഇസ്രായേൽ നേരിട്ട് നടത്തിയ ആക്രമണമാണ്. തനിക്കതിൽ അല്ലെങ്കിൽ തങ്ങൾക്ക് US-നോ അല്ലെങ്കിൽ US-ൻ്റെ സഖ്യകക്ഷികളായിട്ടുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കോ GCC രാജ്യങ്ങൾക്കോ ഇതിൽ പങ്കില്ല എന്ന് ട്രംപ് വ്യക്തമായി പറയുന്നു. GCC രാജ്യങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വലിയ ആക്രമണം ഉണ്ടാവുമെന്ന് പറയുന്നു. പക്ഷേ ട്രംപിൻ്റെ ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം ഇറാൻ്റെ ഭാഗത്ത് നിന്ന് GCC രാജ്യങ്ങളിലെ കൃത്യമായിട്ടുള്ള ഗ്യാസ് റിഫൈനറികളെയും ഓയിൽ റിഫൈനറികളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് തങ്ങൾ മിസൈലുകൾ അയക്കുമെന്നും അവിടെയുള്ളവർ മാറി താമസിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു. അവർ ഈ പറഞ്ഞ ഈ റിഫൈനറികളൊക്കെ ആക്രമിക്കുന്നു. അതിൽ ചിലതൊക്കെ സക്സസ്ഫുൾ ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഈ ട്രംപ് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞതിനെ ഇസ്രായേൽ ഡിസ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട് ട്രംപ് അറിയാതെ അല്ല ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ശരി, ഈ ഇറാൻ വ്യാപകമായിട്ട് ഗൾഫിലെ റിഫൈനറികൾക്ക് ആക്രമിക്കുന്നു. ഇസ്രായേലിലെ ഒരു റിഫൈനറിയും ആക്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇസ്രായേൽ റിഫൈനറിക്കൊന്നും പറ്റിയില്ല. അത് അവർ മിസൈൽ റിഫൈനറി ലക്ഷ്യമാക്കി വന്ന മിസൈൽ ആകാശത്ത് തകർത്തു. അതിൻ്റെ ചില പീസുകൾ റിഫൈനറിയുടെ കോമ്പൗണ്ടുകൾ വീണിട്ടുണ്ട്, തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ കെടുത്തി കളഞ്ഞിട്ടുണ്ട്. നേരെ മറിച്ച് ഈ ഖത്തറിലെ വലിയ അപകടം, ഖത്തറിനെ സംബന്ധിച്ച് അവരുടെ ഗ്യാസ് ഫെസിലിറ്റിയുടെ വലിയൊരു ഭാഗം കത്തിക്കുവാൻ ഇറാന് സാധിച്ചു. കുവൈറ്റിൽ ചെയ്തു. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ വലിയ ആക്രമണം കാണിച്ചു. അവരുടെ എയർപോർട്ടിൽ മിസൈലിൻ്റെ പാർട്ടുകൾ വന്ന് വീണു. ഡിഫറെൻറ്റ് വെപ്പൺസിൻ്റെ പാർട്ടുകൾ വീണു. അത് ഏറ്റവും പ്രധാനമായത് ഇന്നലെ അവർ റിയാദിനെ ലക്ഷ്യമാക്കി മിസൈൽ അയച്ചു എന്നുള്ളതാണ്. അതിൻ്റെ കോൺസിക്വൻസുകൾ വലുതാണ്. അത് നമുക്ക് അതിലേക്ക് പറഞ്ഞു തരാം. എന്തായാലും ഈ ഗൾഫ് രാജ്യങ്ങളുടെ നേരെ വലിയ ആക്രമണം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ ട്രംപ് പറഞ്ഞു, ഒരൊറ്റ മിസൈൽ കൊണ്ട് നിങ്ങളുടെ എൻ്റെ സൗത്ത് പാർട്സ് കത്തിച്ചു കളയാൻ ഞങ്ങൾക്ക് സാധിക്കും എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. ഞാനത് വേണമെങ്കിൽ ചെയ്യും. കൂടാതെ ഖരാഗ് ഐലൻഡിലെ ഇന്നലെ 80 ആക്രമണങ്ങൾ US-ൻ്റെ സേന നടത്തിയിട്ടുണ്ട്. ഖരാഗ് ഐലൻഡ് പിടിച്ചെടുക്കുന്നതിനെ സംബന്ധിച്ച് ട്രംപ് ഒന്നും പറഞ്ഞിട്ടില്ല. അവിടെ കരസേന ഇറക്കിയതെന്നൊക്കെ ട്രംപ് പറയുമ്പോഴും അവിടെ 2500-ഓളം US മറീനുകൾ ആ പ്രദേശത്തുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അവരെന്തിനാണ് അവിടെ വന്നത് എന്നതിനെ സംബന്ധിച്ച് യാതൊരു ധാരണയുമില്ല. ഒരുപക്ഷെ അവരുടെ ലക്ഷ്യം ഈ ഖരാഗ് ഐലൻഡ് പിടിച്ചെടുക്കലായിരിക്കാനുള്ള നല്ല സാധ്യതയുണ്ട് എന്നുള്ളത് നിഷേധിക്കാനാവാത്ത ഒരു സംഗതിയാണ്. അപ്പോൾ ട്രംപ് പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമില്ല. നേരെ മറിച്ച് നെതന്യാഹു പറയുന്നത് നമുക്ക് വിശ്വസിക്കാം. അദ്ദേഹം യുദ്ധം അധികം ദിവസം നീളുകയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ അത് നിശ്ചയമായിട്ടും അത് മുഖവിലേക്ക് എടുക്കാവുന്ന ഒരു പ്രഖ്യാപനമാണ്. ട്രംപിൻ്റെ പ്രഖ്യാപനം പോലെ അല്ല നെതന്യാഹുവിൻ്റെ പ്രഖ്യാപനം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധേയമാണ്. അതിനിടയിലുള്ള മൊജിറ്റാബ പറഞ്ഞതായി പറയുന്നത് അദ്ദേഹം റിവെഞ്ച് ചെയ്യും എന്നാണ്. ഞങ്ങൾ പ്രതികാരം ചെയ്യും. അത് പ്രതികാരം എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംസ്കാരമാണ് ഈ സമൂഹത്തിനുള്ളത് എന്നോർക്കണം. ഈ ഇസ്ലാമിക് ടെററിസത്തിൻ്റെ മുഖമുദ്ര തന്നെ പ്രതികാരമാണ്. റിവെഞ്ച്. ക്ഷമ എന്നുള്ള വാക്ക് അവർക്ക് പരിചയമില്ല. ക്ഷമയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വാക്കാണ് അവർ ഉപയോഗിക്കുക. അവരുടെ ഗുരു പഠിപ്പിച്ചത് ക്ഷമയുടെ നേരെ ഓപ്പോസിറ്റ്. ക്ഷമയുടെ ഗുരുവിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഗുരുവാണ് ഈ റിവെഞ്ചിൻ്റെ ഗുരു. അപ്പോൾ ഈ റിവെഞ്ചിൻ്റെ ഗുരു പഠിപ്പിച്ച പാഠങ്ങളാണ് അവർ നടപ്പാക്കുന്നത്. അവർക്കറിയുന്ന ഒരേ ഒരു പാഠം റിവെഞ്ചാണ്. അപ്പോൾ അതുകൊണ്ട് പ്രതികാരം ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞതായി പറഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇന്നലെ നെതന്യാഹു പറഞ്ഞു ഇദ്ദേഹം ജീവനോടെ ഉണ്ടോ എന്ന് സംശയമാണ്. ഇദ്ദേഹം എവിടെ നിന്നാണ് സംസാരിക്കുന്ന അറിയത്തില്ല, ഇദ്ദേഹം തന്നെയാണോ സംസാരിക്കുന്ന അറിയത്തില്ല എന്ന് നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്. അതിനിടയിലൂടെ ഇസ്രായേലിലെ കാസ്പിയൻ സീയിലുള്ള ഇറാൻ്റെ നേവൽ അസറ്റുകളെ ആക്രമിച്ചിട്ടുണ്ട്. കാസ്പിയൻ സീ എന്ന് പറയുന്നത് ഇറാൻ്റെ വടക്കുള്ള ഒരു കടലാണ്. നമുക്കറിയുന്നത് പോലെ അതിനകത്ത് വലിയ നേവൽ അസറ്റ്സ് ഉണ്ടാക്കി വയ്ക്കുന്നതിനകത്ത് സാധാരണ രീതിയിലുള്ള ഒരു കൺവെൻഷണൽ നേവൽ അസറ്റിൻ്റെ ലക്ഷ്യം അതിനില്ല. കാരണം ഈ കാസ്പിയൻ സീയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റില്ല.
അതൊരു ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള സീ ആണ്, അതിൻ്റെ ചുറ്റും ലാൻഡാണ്. പിന്നെ എണ്ണ വ്യാപാരമൊക്കെ നടത്തുന്നത് റഷ്യയിലേക്കുള്ളൊരു പുഴ വഴി, അങ്ങനെ അതിലെ കുറേ ദൂരം അങ്ങനെ പുഴയിലൂടെ സഞ്ചരിച്ചാൽ, വലിയ പുഴയാണ്, ഷിപ്പ് പോകാൻ പറ്റുന്ന പുഴയാണ്, അതിലൂടെ പോയി കഴിഞ്ഞാൽ ഇങ്ങ് ബ്ലാക്ക് സീയിലേക്ക്, കാസ്പിയനിൽ നിന്ന് മെഡിറ്ററേനിയനിലേക്ക് എത്താൻ പറ്റും. പക്ഷേ ആ റൂട്ടൊന്നും ഈ നാവികസേനയ്ക്കൊന്നും ഉപയോഗിക്കാൻ പറ്റുന്ന റൂട്ടല്ല എന്നുള്ളൊരു വസ്തുതയാണ്. ഇറ്റ്സ് എ ലാൻഡ് ലോക്ക്ഡ് സീ. അപ്പോൾ ആ ലാൻഡ് ലോക്ക്ഡ് സീയിൽ ഇവർ നേവൽ അസറ്റ് സൂക്ഷിക്കുന്നത് പ്രധാനമായിട്ട് ആയുധങ്ങൾ ഒളിപ്പിക്കാനാണ്. അപ്പം ഇവിടെ വെച്ചിട്ടുള്ള ഈ നേവൽ അസറ്റ്സിൽ നിന്നായിരിക്കണം മിക്കവാറും ഇവർ ഇപ്പോൾ പ്രധാനമായിട്ടും ഈ മിസൈൽസ് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് സബ്മറൈൻസ് ഉണ്ട്. സബ്മറൈൻസിൽ 11 എണ്ണം ഇന്നലെ തകർത്തു എന്നാണ് പീറ്റർ ഹെക്സേത്ത് പറയുന്നത്. 11 സബ്മറൈൻസ് തകർത്തു എന്നാണ്. മൊത്തം എത്ര സബ്മറൈൻസ് ഉണ്ട് എന്നുള്ളതിന് കൃത്യമായ കണക്കേട് ആരുടെയും കയ്യിലില്ല. ഇവരെ സബ്മറൈൻസ് ഈ പറയുന്ന കാസ്പിയൻ സീയിൽ ഒളിപ്പിച്ചിട്ടുണ്ടോ എന്നറിയില്ല. സബ്മറൈൻസ് എന്ന് പറയുന്നത് ഏറ്റവും ലീത്തലായിട്ടുള്ള, ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സാധനമാണ് സബ്മറൈൻസ്. ഏറ്റവും വളരെ പതുക്കെ മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന, വളരെ സ്മാർട്ടായിട്ടൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാധനമാണത്. പക്ഷേ അത് ഒളിപ്പിച്ച് വെക്കാൻ പറ്റും, അത് കടലിനടി ഒളിപ്പിച്ച് വെക്കാൻ പറ്റും, അതിൻ്റെ പ്രസൻസ് അങ്ങനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനകത്ത് ഒളിപ്പിച്ച് വെച്ചുള്ള വളരെ ലീത്തലായിട്ടുള്ള വെപ്പൺസ് ഏറ്റവും ആവശ്യം വരുന്ന അവസരങ്ങളിൽ മാത്രം ഇറാൻ എടുത്ത് പ്രയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഉണ്ടാവാൻ സാധ്യതയുള്ളത് കാസ്പിയൻ സീയിലാണ്. കാരണം പേർഷ്യൻ ഗൾഫിലോ മറ്റ് കടലുകളിലോ ഒക്കെ അമേരിക്കയുടെ നേവൽ പ്രസൻസ് വലിയ തോതിലുണ്ട് എന്നുള്ളത് ഇറാൻ അറിയാം. അതുകൊണ്ട് അതൊക്കെ അരിച്ചു പെറുക്കിയെടുക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഈ കാസ്പിയൻ സീയിൽ ഇവർ ഇതുപോലെ നേവൽ അസറ്റുകൾ സൂക്ഷിച്ചിരുന്നത്. എന്തായാലും ഇന്നലെ ഇസ്രായേൽ കാര്യമായി അവിടെ ആക്രമിച്ചിട്ടുണ്ട്. ഒരുപാട് അവരുടെ നേവൽ വെസൽസിനെയും സബ്മറൈൻസിനെയും ആക്രമിക്കാനും തകർക്കാനും കഴിഞ്ഞു എന്നാണ് അവർ പറയുന്നത്. 11 സബ്മറൈൻസ് തകർത്തു എന്നാണ്. 11 സബ്മറൈൻസ് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. 24 മണിക്കൂറിനിടയിൽ 11 സബ്മറൈൻസ് അവർക്ക് തകർക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, 20 ടാർഗറ്റ്സ് ഓൺ ഇറാൻസ് ഖാർഗ് ഐലൻഡിലെ 20 ടാർഗറ്റുകളും 90 ടാർഗറ്റുകൾ എല്ലാം മിലിറ്ററി ടാർഗറ്റുകളാണ്. അവർ അതിൻ്റെ ഫ്യൂവൽ സാധനങ്ങൾ തൊട്ടിട്ടില്ല. മിലിറ്ററി ടാർഗറ്റുകൾ, അതായത് അതിൻ്റെ കാവല്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തകർത്ത് കളഞ്ഞു എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിനകത്ത് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയി ഇന്നലെ പുറത്തു വന്നിട്ടുള്ള കാര്യം, ഇറാൻ്റെ സൗദി അറേബ്യയുടെ റിയാദിന് നേരെ ഇന്നലെ ആക്രമണം ഉണ്ടായിരുന്നത്. സൗദി അറേബ്യയുടെ നേരെയുള്ള ആക്രമണം ഇറാൻ ഒന്ന് മിനിമൈസ് ചെയ്ത് നിർത്തിയിരുന്നു. കാരണം നമുക്കറിയുന്നത് പോലെ ലോകത്തിലെ 90% വരുന്ന മുസ്ലിങ്ങൾ സുന്നി മുസ്ലിങ്ങളാണ്. ആ സുന്നി മുസ്ലിങ്ങളുടെ റിലീജിയസ് ഹെഡ് ക്വാർട്ടേഴ്സാണ് സൗദി അറേബ്യ എന്ന് പറയുന്നത്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 മെക്കയും മദീനയും, ആ 2 പുണ്യസ്ഥലങ്ങൾ നിൽക്കുന്നത് കസ്റ്റോഡിയൻ ഓഫ് 2 ഹോളി മോസ്ക്, അതിൻ്റെ കസ്റ്റോഡിയനാണ് മുഹമ്മദ് ബിൻ സൽമാൻ എന്ന് പറയുന്ന രാജാവ്. അപ്പം ഈ മെക്കയും മദീനയും നിലനിൽക്കുന്ന സ്ഥലം എന്ന നിലയിൽ അതിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പം അത് ആക്രമിക്കപ്പെടുക എന്ന് പറയുന്നത് ലോകത്തിലെ മുഴുവൻ സുന്നി മുസ്ലിങ്ങളെ എതിരാക്കി മാറ്റും എന്നതുകൊണ്ട് ഇറാൻ അതിനെ ആക്രമിക്കാതിരിക്കാനും ചെറിയ തോതിൽ മാത്രം ആക്രമിക്കാൻ ശ്രദ്ധിച്ചിരുന്നു. ഓയിൽ ഫെസിലിറ്റീസിനെയോ അല്ലെങ്കിൽ ഈ റിയാദിനെ വളരെ അകലെയുള്ള സ്ഥലങ്ങളെയാണ് ആക്രമിച്ചിരുന്നത്. ഇന്നലെ 12 വിദേശ രാജ്യങ്ങളുടെ ഫോറിൻ മിനിസ്റ്റേഴ്സ് ഇന്നലെ റിയാദിലൊരു മീറ്റിംഗ് കൂടിയിരുന്നു. ദറ്റ് ഇസ് കൺട്രീസ് ഇൻക്ലൂഡിങ് ടർക്കി, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ജോർദാൻ, ഖത്തർ, സിറിയ, അങ്ങനെ 12 രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരുടെ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് റിയാദിന് നേരെ ഈ പറയുന്ന ബാലിസ്റ്റിക് മിസൈൽ വന്നത്. ആ ബാലിസ്റ്റിക് മിസൈലിനെ ചെറുത്തു. ഒരു ബാരേജ് ഓഫ് മിസൈൽസാണ് വന്നത്. അതിനെ ചെറുത്തു, ഒന്നും അപകടമുണ്ടാക്കിയില്ല. പക്ഷെ അത് റിയാദിനെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞു, ഞങ്ങൾ ഇതുവരെ യുദ്ധത്തിൽ ഇടപെട്ടിട്ടില്ല, പക്ഷെ ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങളുടെ ക്ഷമയ്ക്ക് പരിമിതികളുണ്ട് എന്ന് ഇറാൻ മനസ്സിലാക്കണം. ആ പരിമിതികൾ ലംഘിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ യുദ്ധത്തിലേക്ക് നേരിട്ട് വരും. അപ്പം ഇദ്ദേഹം ഈ സൗദി അറേബ്യ യുദ്ധത്തിലേക്ക് നേരിട്ട് വരുമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും മറ്റ് സുന്നി രാജ്യങ്ങൾ സൗദി അറേബ്യയോട് ചേരാൻ നിർബന്ധിതമാകും. കാരണം പുണ്യസ്ഥലങ്ങളുടെ കസ്റ്റോഡിയനാണ് സൗദി രാജാവ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ബിക്കംസ് എ സുന്നി വേഴ്സസ് ഷിയ വാർ. അപ്പോൾ അത് ഒരു സുന്നി ഷിയ യുദ്ധത്തിലേക്ക് മാറും. അമേരിക്കയും ഇസ്രായേലും യുദ്ധത്തിൽ ഉണ്ടെങ്കിലും ചിത്രത്തിൽ നിന്ന് മാറ്റപ്പെടും. അപ്പോൾ അതിനിടയിലൂടെ അവരുടെ ഫോറിൻ മിനിസ്റ്റർ സൗദിയുടെ ഫോറിൻ മിനിസ്റ്റർ പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ പറഞ്ഞ ഒരു വാക്ക്, ഈ സൗദി അറേബ്യയും അവരുടെ പാർട്ട്നേഴ്സും വെരി സിഗ്നിഫിക്കൻ്റ് കപ്പാസിറ്റീസ് ആൻഡ് കേപ്പബിലിറ്റീസ് ഉള്ളവരാണ് ആൻഡ് കുഡ് യൂസ് ദം ഇഫ് നെസസറി എന്നാണ്. അതായത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചില കേപ്പബിലിറ്റീസ് അവർക്കുണ്ട്, ഈ സൗദി അറേബ്യയുടെ പാർട്ട്നേഴ്സിനുണ്ട്. ആവശ്യം വന്നാലും ഞങ്ങളിത് പ്രയോഗിക്കും എന്നാണ്. എന്താണ് ഈ വെരി സിഗ്നിഫിക്കൻറ്റ് കേപ്പബിലിറ്റീസ്, വെരി സ്പെസിഫിക് ആയിട്ടുള്ള വെരി സിഗ്നിഫിക്കൻറ്റ് കേപ്പബിലിറ്റീസ് ആൻഡ് കപ്പാസിറ്റീസ് എന്നാണ് പറഞ്ഞത്. എന്താണ് ആ സിഗ്നിഫിക്കൻറ്റ് കേപ്പബിലിറ്റീസ് ആൻഡ് കപ്പാസിറ്റീസ്? ഇവിടെയാണ് നമ്മൾ പാകിസ്ഥാനെ ശ്രദ്ധിക്കേണ്ടത്. പാകിസ്ഥാൻ ഇതുവരെ പൂച്ച പതുങ്ങും പോലെ പതുങ്ങിയിരിക്കുകയാണ്. ഇവിടെ MBSുമായിട്ട് കരാറുണ്ടാക്കി, എന്താവശ്യം വന്നാലും ഞങ്ങൾ ഇങ്ങോട്ട് വന്നോളാം, ന്യൂക്ലിയർ അംബ്രല്ല നിങ്ങൾക്ക് തരാമെന്നാണ്. ന്യൂക്ലിയർ അംബ്രല്ല
എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ആറ്റം ബോംബിൻ്റെ ഒരു കൊട നിങ്ങൾക്ക് ഞങ്ങൾ പിടിച്ചു തരാം. അപ്പോൾ ഇങ്ങോട്ട് ആക്രമിച്ചാലും സൗദി അറേബ്യക്ക് എന്തെങ്കിലും ആക്രമണം ഉണ്ടായാൽ ഞങ്ങളിങ്ങ് വന്നിട്ട് ഞങ്ങളുടെ ന്യൂക്ലിയർ കേപ്പബിലിറ്റി മുഴുവൻ അങ്ങോട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞത്. മുഹമ്മദ് ബിൻ സൽമാൻ ഉദ്ദേശിച്ചത് പാകിസ്ഥാനിൽ ബോംബുണ്ട്, ഞാൻ പറഞ്ഞ അവൻ കൊണ്ടുവന്നിട്ട് തലക്ക് ഇട്ട് തരുവിട എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ പാകിസ്ഥാനെ സംബന്ധിച്ച് പണ്ട് മറ്റേ കുരങ്ങൻ്റെ സംഗതി അങ്ങോട്ട് പെട്ടുപോയി എന്ന് പറഞ്ഞ അവസ്ഥയിലായിപ്പോയി. കാരണം അവർക്ക് ഇറാനോട് വഴക്കുണ്ടാക്കാൻ ഇറാനോട് വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകുന്നത്. ഇറാനെ സംബന്ധിച്ച് ഇറാനെ ഒന്നും തൊട്ടാൽ മതി, പിന്നെ തിരിച്ചു വരുന്നതിനാണെന്ന് പറയാൻ പറ്റില്ല. കാരണം അവൻ ആരോടെ വഴക്കുണ്ടാക്കേണ്ടതെന്ന് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്ത് ഒരു ആക്രമണം ഉണ്ടായാലും നിശ്ചയമായും ഒരു ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ടുള്ള ആക്രമണം നിശ്ചയമായും പാകിസ്ഥാനിലേക്ക് ഉണ്ടാവും. കാരണം ഈ IRGC എന്ന് പറയുന്ന ഇറാൻ്റെ കാലാൾപ്പട ആർക്കിട്ടാണെന്ന് മുട്ടേണ്ടതെന്ന് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഒരുപക്ഷെ ഇസ്രായേൽ ഉദ്ദേശിച്ച കാലാൾപ്പട എന്ന് പറയുന്നത് ഈ പാകിസ്ഥാൻ എന്ന് പറയാൻ സാധ്യതയുള്ള സാധനമാവാനും സാധ്യതയുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ ഇറാനോട് നേരിട്ട് യുദ്ധത്തിനിറങ്ങിയാൽ ബലൂചിസ്ഥാൻ മേഖലയിലൂടെയാണ് യുദ്ധം വരുന്നത്. നിശ്ചയമായിട്ടും ബലൂജികൾ ഇറാൻ്റെ കൂടെ ചേർന്ന് പാകിസ്ഥാനോട് യുദ്ധം ചെയ്യും. അത് പാകിസ്ഥാൻ്റെ ഫ്രാഗ്മെൻറ്റേഷനിലേക്ക് എത്തും. സഹോദരന്മാർ തമ്മിൽ മുട്ടുന്ന സമയത്ത് ബലൂജികളും പാകിസ്ഥാനികളും സഹോദരന്മാരാണ്. അപ്പോൾ അവർ മുട്ടിക്കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും സാധാരണ ഒരു മുട്ടലല്ല, അത് സഹോദരന്മാരുടെ വഴക്ക് കൂടുതൽ ഗൗരവമുള്ള വഴക്കാണ്, വല്ലാത്ത വാശിയുള്ള വഴക്കാണ്. ആരെ തോൽപ്പിക്കുമെന്നുള്ളൊരു വിഷയമുണ്ട്. ഈ ബലൂജികളെ സംബന്ധിച്ച് തങ്ങളുടെ ഒരു അടിമകളെ പോലെയാണ് ബാക്കിയുള്ള പാകിസ്ഥാൻ സംസ്ഥാനങ്ങൾ, പ്രോവിൻസുകൾ കരുതുന്നത്. അപ്പം ഈ ബലൂജികളും ഇറാനികളും ചേർന്നുകൊണ്ട് തങ്ങളുടെ നേരെ വന്നു കഴിഞ്ഞാൽ അവർക്കത് വലിയ രോഷം ഉണ്ടാക്കുകയും അതികഠിനമായ ഈ രോഷത്തിൻ്റെ ആക്രമണത്തിൽ ഒരുപക്ഷെ ന്യൂക്ലിയർ ആയുധങ്ങൾ പോലും എടുത്ത് പ്രയോഗിക്കാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. ഇസ്രായേൽ പോലെയോ US പോലെയോ അച്ചടക്കമുള്ള രാജ്യമല്ല പാകിസ്ഥാൻ എന്ന് ഓർക്കണം. അങ്ങനെ അച്ചടക്കമുള്ള ഒരു സൈനിക നേതൃത്വവുമല്ല പാകിസ്ഥാനുള്ളത്. അവർ ഏത് നേരവും ഏതായുധവും ഇറാന് തുല്യമായി വരുന്ന ഒരു സാധനമാണത്. അപ്പോൾ അവർ തമ്മിൽ മുട്ടിക്കഴിഞ്ഞാൽ ഈ സംഗതിയുടെ ചിത്രം മാറും എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ ഇതിപ്പോൾ കാറിന് തീ വെച്ച പോലെ നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയ ഒരു സംഗതിയാണ്. ഇറാൻ എന്ന് പറഞ്ഞിരുന്നു ഞങ്ങളെ തൊട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ഗൾഫിന് തീയിടും എന്ന് പറഞ്ഞിരുന്നു. ഗൾഫിന് തീയിട്ട് കഴിഞ്ഞാൽ അവരുടെ തീയെടുത്താൻ വേണ്ടത്, അല്ലെങ്കിൽ കത്തിച്ച തീക്ക് മറുപടി കൊടുക്കാൻ വേണ്ടത് അവർ നോക്കേണ്ടി വരും. അപ്പം അമേരിക്കയും ഇസ്രായേലും ഒക്കെ ഈ ചിത്രത്തിൽ നിന്ന് പതുക്കെ പുറകോട്ട് മാറും. പിന്നീട് അത് സൗദിയുടെ നേതൃത്വമുള്ള സുന്നി മുസ്ലിങ്ങളും ഇറാനും തമ്മിലുള്ളൊരു യുദ്ധമായി മാറാനുള്ള സാധ്യതയും നമുക്ക് ഈ അവസരത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്.